നമസ്കാരം. കിഴക്കമ്പലത്തെ 2020 സാബു മുതലാളി NDA ചേർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2-3 ദിവസമായി പ്രധാനപ്പെട്ട വാർത്തകൾ വരികയാണ്. എന്തുകൊണ്ടാണ് സാബു മുതലാളി ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല ഒറ്റയ്ക്ക് മുന്നോട്ട് എന്നൊക്കെ പറഞ്ഞ സാബു മുതലാളി BJPയുടെ കൂടെ ചേരാൻ കാരണം എന്നത് 2-3 ദിവസമായി ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ഇന്ന് രാവിലെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങൾ ഒരു സുപ്രധാന വാർത്ത പ്രക്ഷേപണം ചെയ്തു. ED 2-3 തവണ സാബു മുതലാളിക്ക് സമൻസ് അയച്ചു. ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വിദേശത്ത് കോടികളുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണം, കടുത്ത നിയമലംഘനം നടത്തിയിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സമൻസ് അയച്ചത്. 3 തവണയും സാബു മുതലാളി പോയില്ല. അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ടിനെ വിട്ടു. എന്നാൽ അത് പരിശോധിച്ച ED ബന്ധപ്പെട്ട രേഖകൾ കൊണ്ടുവന്നില്ലെന്നും അനുബന്ധമായ രേഖകൾ കൊണ്ട് സാബു മുതലാളി തന്നെ നേരിട്ട് വരണമെന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ ED കടുംപിടുത്തം ആരംഭിച്ചപ്പോൾ സാബു മുതലാളി ഇടത്തോട്ടും പോയില്ല, വലത്തോട്ടും പോയില്ല, മുന്നോട്ടും പോയില്ല, നേരെ പോയി NDAയിൽ ചേർന്നുകൊണ്ട് EDയുടെ ആളായി മാറിയതായിട്ട് ഇന്ന് സുപ്രധാനമായിട്ടുള്ള വാർത്ത തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു. വൈകുന്നേരത്തോടെ സാബു മുതലാളി ഒരു പത്രസമ്മേളനം വിളിച്ച് പത്രക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തി, ഈ വാർത്ത സംപ്രേഷണം ചെയ്തതിന് ഞാൻ നോട്ടീസ് അയക്കും, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും എന്നെല്ലാം അദ്ദേഹം പറയുന്നതും കേട്ടു. എന്നാൽ ED സമൻസ് അയച്ചത് അദ്ദേഹം നിഷേധിച്ചില്ല. 1-2 തവണ അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ട് പോയി ഹാജരായതും അദ്ദേഹം നിഷേധിച്ചില്ല. ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തെളിവും സാബു മുതലാളി പത്രദൃശ്യ മാധ്യമങ്ങളുടെ മുന്നിൽ ഹാജരാക്കിയില്ല. സ്ഥിരം ചെയ്യുന്നത് പോലെ അദ്ദേഹം വിരട്ടലും അതുപോലെ വിലപേശലും ഒക്കെ കണ്ടു. അഹങ്കാരത്തിന്റെ ആൾരൂപമായിട്ടുള്ള ചില വാചകങ്ങളും നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ യഥാർത്ഥ വസ്തുത കൃത്യമായി ജനങ്ങൾക്ക് അറിയാം. 2013 സാബു മുതലാളി 2020 എന്നൊരു പ്രസ്ഥാനം ആരംഭിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഞാൻ യോജിക്കുകയുമില്ല, എനിക്ക് ജനസേവനം ചെയ്യാൻ ഞാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആകെ അങ്ങ് മുട്ടി നിൽക്കുകയാണ്, അതുകൊണ്ട് CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ജനസേവനം നടത്താൻ വേണ്ടിയിട്ട് ഒരു സംഘടന എന്ന രൂപത്തിലാണ് അദ്ദേഹം അത് രൂപീകരിച്ചത്. ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടന രൂപീകരിച്ച് അതിന്റെ പേരിൽ CSR ഫണ്ട് വിനിയോഗിച്ചാൽ 75% CSR ഫണ്ട് തന്നിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് സാബു മുതലാളി തന്നെ അംഗീകരിക്കുകയുണ്ടായി. അത് മാധ്യമങ്ങളുടെ മുന്നിലടക്കം സമ്മതിക്കുകയും ഉണ്ടായി. അതിനുശേഷം രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിശകാണ്, രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നു പറഞ്ഞ് പ്രചരണം ആരംഭിച്ച് സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിച്ച അതേ സാബു മുതലാളി തന്നെ തന്റെ അണികളെ അറിയിക്കാതെ അവരുടെ ഒരു സമ്മതവും ഇല്ലാതെ തന്നെ അദ്ദേഹം കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറി. 2015 കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 ജനങ്ങളെ അറിയിക്കാതെ, അണികളെ അറിയിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറി നേരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അതിൽ വിജയിച്ചു. അപ്പോ ജനങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ കൃത്യമായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന താങ്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കിഴക്കമ്പലത്തെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഒരു പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞു. പക്ഷെ 2020 ആയപ്പോഴേക്കും സമീപ പഞ്ചായത്തുകളിൽ മത്സരിച്ചു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എന്തൊക്കെയാണോ ആദർശ രാഷ്ട്രീയത്തിന്റെ ഒരു അപ്പോസ്തലൻ എന്ന രൂപത്തിൽ സ്വയം വിശേഷിപ്പിച്ച അദ്ദേഹം പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായി പ്രഖ്യാപിക്കുന്നു കണ്ടു. വിലക്കയറ്റമാണ്, ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്ന് പറഞ്ഞ് കിഴക്കമ്പലത്തൊരു മാർക്കറ്റ് തുടങ്ങി. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞപ്പോ ഞാൻ 53,000 പേർക്ക് കാർഡ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് വോട്ട് കിട്ടിയത് 42,000 അതുകൊണ്ട് 10,000 ആളുകൾ എന്നെ ചതിച്ചു, അതുകൊണ്ട് ഇവരൊക്കെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, നെറികെട്ടവരാണെന്ന് പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അദ്ദേഹം അടച്ചുപൂട്ടി. ഇപ്പൊ 1.5 കൊല്ലമായിട്ട് അതില്ല. തൊട്ടടുത്ത മഴുവന്നൂർ, കുന്നത്തുനാട്, ഐക്യനാട് പഞ്ചായത്തുകളിലെല്ലാം ഭക്ഷ്യ മാർക്കറ്റ് തുടങ്ങും എന്ന് പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട്. എന്നാൽ ഇതുവരെ ഒരു പെട്ടിക്കട പോലും മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിലോ ഐക്യനാട് ഗ്രാമപഞ്ചായത്തിലോ കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിലോ അദ്ദേഹം തുറന്നില്ല. ജനങ്ങളെ പരസ്യമായിട്ട് വഞ്ചിച്ചു. അതോടൊപ്പം തന്നെ കിഴക്കമ്പലത്തെ സിംഗപ്പൂരാക്കി മാറ്റും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തരും സമയം കിട്ടുമ്പോൾ കിഴക്കമ്പലത്തൊന്ന് വരിക, ഏതെങ്കിലും തരത്തിൽ സിംഗപ്പൂരിന്റെ എന്തെങ്കിലും ലക്ഷണം കിഴക്കമ്പലത്തുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കണം. അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു, മുൻപ് പഞ്ചായത്തിന് ഭരണത്തിന് നേതൃത്വം കൊടുത്തവർ നിർമ്മിച്ചതാണ്. ആ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചിട്ട്
ഇത് യൂറോപ്യൻ മോഡലിൽ ഉള്ള മൾട്ടി നാഷണൽ ലെവൽ ഉള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്നു എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം അവിടുത്തെ കച്ചവടക്കാരെയൊക്കെ ഒഴിപ്പിച്ചു. ഇപ്പൊ അത് അവിടെ കാട് മൂടി വർഷങ്ങളായിട്ട് കിടക്കുന്നു. അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, അതിൽ കഫ്റ്റീരിയ, ആധുനികമായ സൗകര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നല്ല കളർ പ്രിന്റ് ഉള്ള ബുക്ക്ലെറ്റ് ഇറക്കി. നിങ്ങൾ വന്ന് നോക്കിയാൽ അറിയാം അവിടെ ആ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എന്താണ് എന്നറിയാൻ പറ്റും. കിഴക്കമ്പലം പട്ടണത്തിലെ പൊതു കക്കൂസിന്റെ അവസ്ഥ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പല ദൃശ്യമാധ്യമങ്ങളും പുറത്തു കൊണ്ടുവന്നതാണ്. കാട് മൂടി ഒരു സാധാരണക്കാർക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ അത്ര വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷം. മുതലാളി തന്നെ സിംഗപ്പൂർ പട്ടണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കിഴക്കമ്പലത്തിന്റെ പൊതുസ്ഥിതി നമുക്കറിയാം. വർഷങ്ങളായി ആ പ്രദേശത്തെ സാധാരണക്കാർ വന്ന് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു പ്രദേശം, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാർഷിക വിപണി കിഴക്കമ്പലത്തുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ മൾട്ടിനാഷണൽ ലെവലിൽ, സിംഗപ്പൂർ മോഡലിൽ, അതുപോലെ യൂറോപ്യൻ മോഡലിൽ വലിയ തരത്തിലുള്ള വിപണി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ കാർഷിക വിപണി അദ്ദേഹം അടച്ചുപൂട്ടി. അതിനുശേഷം ഇപ്പൊ ആ വിപണി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ അവിടുത്തെ വെയിറ്റിംഗ് ഷെഡിന്റെ അവസ്ഥയൊക്കെ ജനങ്ങൾ കൃത്യമായി അവിടെ കിഴക്കമ്പലത്ത് വരുന്നവർ കണ്ട് ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ്. എല്ലാ തരത്തിലും മുതലാളിയുടെ ബിസിനസ് വളർത്തി എന്നല്ലാതെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം അദ്ദേഹം കൊണ്ടുവന്നതായി കിഴക്കമ്പലം പഞ്ചായത്തിലോ മഴുവന്നൂർ പഞ്ചായത്തിലോ കുന്നത്തുനാട് പഞ്ചായത്തിലോ ഐക്യനാട് പഞ്ചായത്തിലോ അദ്ദേഹം കാണിച്ചു തരാൻ കഴിയുമോ എന്ന് ഞാൻ ഈ അവസരത്തിൽ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം പിടിച്ചപ്പോ ഒരു പാടത്തിനപ്പുറത്താണല്ലോ ഇൻഫോ പാർക്ക്. ഇനി ആരും ഇൻഫോ പാർക്കിൽ ജോലി തേടി പോകേണ്ട, ഇൻഫോ പാർക്കിന് സമാനമായ സ്ഥാപനങ്ങൾ ഞങ്ങൾ ഇവിടെ തന്നെ തുടങ്ങാൻ പോവുകയാണ് എന്നു പറഞ്ഞ് അദ്ദേഹം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. ഏതെങ്കിലും ഒരാൾക്ക് IT മേഖലയിൽ ഈ സാബു മുതലാളി തൊഴിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരാനോ, ഇൻഫോ പാർക്കിലെ സമാനമായ ഏതെങ്കിലും ഒരു തൊഴിൽ സ്ഥാപനം ഈ പറഞ്ഞ 4 പഞ്ചായത്തിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ ഈ അവസരത്തിൽ വെല്ലുവിളിക്കുകയാണ്. അതേപോലെ തന്നെ താൻ ഭരിക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം സൗജന്യ വൈഫൈ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഒരാൾക്കെങ്കിലും സൗജന്യ വൈഫൈ ഈ മുതലാളിക്ക് കൊടുക്കാൻ കഴിഞ്ഞോ, അദ്ദേഹത്തിന്റെ ഭരണസമിതിക്ക് കൊടുക്കാൻ കഴിഞ്ഞോ എന്നത് അദ്ദേഹം തന്നെ ജനങ്ങളോട് വിശദീകരിക്കേണ്ടതാണ്. 1000 ഏക്കർ തരിശുഭൂമി കൃഷി ഇറക്കുമെന്നതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഓരോ പഞ്ചായത്തിലും. നിലവിൽ തരിശുഭൂമി കൃഷി ചെയ്ത മേഖലകളിൽ പോലും ഇപ്പോൾ ആ കൃഷി ഇല്ലാത്ത തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ആ മേഖലയിലെ കാർഷിക മേഖലയെ തകർത്ത് തരിപ്പണമാക്കി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 2020 നിർമ്മിക്കുന്ന റോഡുകൾ 25 കൊല്ലം മിറ്റൽ അടന്നു പോകില്ല, അത്ര ഗുണനിലവാരമുള്ള റോഡുകളാണെന്നാണ് പ്രഖ്യാപിച്ചത്. PWD റോഡെല്ലാം അതിന്റെ ചിത്രമെടുത്ത് അദ്ദേഹം ഒരു കളർ ബുക്ക്ലെറ്റ് ഇറക്കി ഇതൊക്കെ 2020 റോഡ് എന്ന് പറഞ്ഞിട്ട് ചിത്രീകരിക്കുക, വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം മേടിച്ചു കൂട്ടിയ ഭൂമിയിലേക്കുള്ള റോഡുകളുടെ വീതി കൂട്ടി എന്നല്ലാതെ ഏതെങ്കിലും പൊതു റോഡ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ സൗകര്യത്തോടെ ടാർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 25 കൊല്ലത്തെ ഗുണനിലവാരത്തോടെ ടാർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഈ മുതലാളി പറയുന്ന കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെല്ലാം പണപ്പിരിവുകാരാണെന്ന് പറഞ്ഞ് ഞാൻ സ്വന്തം പണം കൊണ്ടും എന്റെ CSR ഫണ്ടും കൊണ്ടാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന് പറഞ്ഞ മുതലാളി റിസീപ്റ്റ് അടിച്ച് കമ്പനികളിൽ പോയി പണം പിരിച്ചതും, അതുപോലെ തന്നെ ട്യൂബ്ലൈറ്റ് ചലഞ്ച്, അതുപോലെ തന്നെ വഴിവിളക്കുമായി ബന്ധപ്പെട്ടുള്ള ചലഞ്ച് എന്നെല്ലാം പറഞ്ഞ് പൊതുപണം ജനങ്ങളിൽ നിന്ന് പിരിച്ചതും അതിന്റെ കണക്കും മറ്റു കാര്യങ്ങളെല്ലാം ഈ കിഴക്കമ്പലത്തെയും മഴുവന്നൂരിലെയും എല്ലാം ജനങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ബോധ്യമുണ്ട്. പ്രളയകാലത്തും കോവിഡ് കാലത്തുമെല്ലാം സ്വന്തം റിസീപ്റ്റ് അടിച്ച് പിരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടും കണക്കുകൾ ജനങ്ങൾ ചോദിക്കുമ്പോൾ, സ്വന്തം പ്രവർത്തകർ ചോദിക്കുമ്പോൾ അവരെയെല്ലാം അപമാനിച്ചിറക്കി വിട്ടത് നമുക്ക് കാണാൻ കഴിയും. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് നിർമ്മിച്ചു കൊടുക്കുന്ന ഭവനം, ആ ഭവനം കിഴക്കമ്പലം പഞ്ചായത്തിൽ പേര് മാറ്റി ഗോഡ്സ് വില്ല എന്ന പേരിൽ സ്വന്തം ഭവനം എന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചു. ഏറ്റവും അവസാനം ദൃശ്യ മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ലൈഫ് പദ്ധതിയിൽപ്പെട്ട പദ്ധതിയിലെ പണം വിനിയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഗോഡ്സ് വില്ല പണിതിരിക്കുന്നത്, അപ്പൊ പേര് മാറ്റിയത് എന്തെന്ന് ചോദിച്ചപ്പോ ആ പത്രപ്രവർത്തകരെയും ചീത്ത പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകൾ നവീകരിക്കുമ്പോൾ കിഴക്കമ്പലത്ത് അത് സ്വന്തം മുതലാളിയുടെ സ്കൂൾ എന്നറിയപ്പെടും. അതുപോലെ തന്നെ ആദരം പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യ മേഖലയിലെ നേട്ടം ഇവിടെ കിഴക്കമ്പലത്ത് പേര് മാറ്റി സ്വന്തം പേരിൽ അറിയപ്പെടും. അതുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ച് കൊടുത്ത മോഹനസുന്ദര വാഗ്ദാനങ്ങളിൽ ഒന്നും പാലിക്കാതെ രാഷ്ട്രീയ പാർട്ടിയായി മാറി, അതോടൊപ്പം തന്നെ റിസീപ്റ്റ് അടിച്ച് പല ഘട്ടത്തിലും ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് മുന്നോട്ട് പോയിട്ട് ഇതാ സിംഗപ്പൂർ മോഡൽ എന്ന് പറഞ്ഞ് ചില യൂട്യൂബർമാരെയും വ്ളോഗർമാരെയും അതുപോലെ ചില പത്രദൃശ്യ മാധ്യമങ്ങളെയും കയ്യിലെടുത്ത് പുള്ളി നടത്തിയ നുണപ്രചാരണമെല്ലാം പൊളിഞ്ഞു പാളീസാകുകയും കയ്യിലിരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ പരാജയപ്പെട്ടു പോവുകയും കയ്യിലിരുന്ന വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിൽ പരാജയപ്പെട്ടു പോവുകയും 2 പഞ്ചായത്ത് നഷ്ടപ്പെടുകയും എല്ലാം ചെയ്തപ്പോ
ആ സമയത്താണ് ED അങ്ങനെ കയറി ഇറങ്ങിയത്. 3 തവണ ED നോട്ടീസ് അയച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. 2 തവണ അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ട് തന്നെ ഹിയറിംഗിന് ഹാജരായി എന്നും ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കി എന്നും സമ്മതിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോ NDAയിൽ ചേർന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായി ജനങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ED പേടി ബാധിച്ച ആ 2020 മുതലാളി EDയെ കൂട്ടിലാക്കാൻ അല്ലെങ്കിൽ EDയോട് അനുഭാവം പ്രകടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം NDAയിൽ ചേർന്നിരിക്കുന്നു. വടക്കേന്ത്യയിൽ അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ അതുപോലെ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാം പിളർത്താനും നേതാക്കന്മാരെ വെളുപ്പിച്ചെടുക്കുവാനും എല്ലാം അതുപോലെ തന്നെ NDAയിൽ ചേർക്കാനുമെല്ലാം EDയെയും CBIയെയും കസ്റ്റംസിനെയും ആദായ നികുതി വകുപ്പിനെയും എല്ലാം ഉപയോഗിച്ച BJP നേതൃത്വത്തെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിയാവുന്നതാണ്. ഇതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് അദ്ദേഹം 2020 കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവരവും പുറത്തു വന്നു. എന്തിനാണ് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് 2020 ഇലക്ട്രൽ ബോണ്ട് കൊടുത്തത്? ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നതിനെയും പിരിവ് വാങ്ങിക്കുന്നതിനെയും എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടല്ലേ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം കടന്നു വന്നത്. അദ്ദേഹം അങ്ങനെ കടന്നു വന്ന് അദ്ദേഹം പറഞ്ഞ എല്ലാ പ്രവർത്തികളും അദ്ദേഹം തന്നെ തിരുത്തി നിലനിൽപ്പിന് വേണ്ടി, സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, തന്റെ ബിസിനസ് വളർത്തുന്നതിന് വേണ്ടി, തന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ വളർത്തുന്നതിന് വേണ്ടി അദ്ദേഹം കാണിച്ച എല്ലാ നെറികെട്ട പ്രവർത്തനങ്ങളും ഈ പഞ്ചായത്തിലെ ജനങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഇപ്പോ EDയെ കൂട്ടിലാക്കാൻ വേണ്ടി ED പേടി ബാധിച്ച് NDAയിൽ ചേർന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. തൻ ഭരിക്കുന്ന പഞ്ചായത്തുകൾ ലാഭത്തിലാക്കി എന്ന് പറയുന്ന ആനമണ്ടത്തരവുമുണ്ട്. അത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുന്നതാണ്. ഈ നുണപ്രചരണങ്ങളും അതുപോലെ തന്നെ ജനങ്ങളെ കബളിപ്പിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണവും അതുപോലെ തന്നെ ED പേടി ബാധിച്ച് NDAയിൽ ചേർന്ന് വീണ്ടും ജനങ്ങളെ സ്വന്തം കൂടെ നിൽക്കുന്ന അണികളെ വരെ കബളിപ്പിക്കാൻ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തെ തിരിച്ചറിയണം എന്ന് വിനയ പുരസരം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.